ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തിട്ട് പോലെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി ഒതുക്കിയിട്ട്. കുറച്ച് നാളികേരം ഉണ്ടായി നിൽക്കണം കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മടങ്ങി വെച്ചതിന് ശേഷമാണ് അമ്പലത്തിലൊക്കെ പോയി വന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കിച്ചണിലുണ്ടായിരുന്നു. അമ്മ അവിടെ ഭയങ്കര കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തത് അമ്മ കുറേ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെയാണ് കേട്ടോ ഫിഷും വറുത്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിൽ വിഷ്ണുവിനൊക്കെ കഴിക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മസാലയും കാര്യങ്ങളും ഇടണം. അതിൻ്റെ ആ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. അപ്പോൾ നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇതേ രാവിലത്തെ ചപ്പാത്തി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഉരുളങ്കിഴങ്ങ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ച് നേരെ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുളിക്കാനായിട്ട് ഇന്ന് സൺഡേ ഉണ്ട്. തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 20 രൂപയുടെ ചെറിയ കുപ്പിയാണ് കേട്ടോ പാരച്യൂട്ടിൻ്റെ. അപ്പോൾ ഞാൻ അത് തേക്കാമെന്ന് വെച്ച് പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മണിക്ക് 9:30-10 മണി ആ ടൈം ആവാറായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ആ മഴയൊക്കെ കണ്ടു നിന്ന് തണവൊക്കെ അടിച്ച്. അപ്പോൾ ഇത്ര നാൾ ചൂടല്ലായിരുന്നു, പെട്ടെന്നൊരു മഴ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, ഇത്ര ദിവസം എന്താ വെയിലായിരുന്നു, പുറത്തേക്കൊന്നും കിടക്കാൻ പറ്റണമെന്നില്ല. ഞായറാഴ്ച ആയാലും ഏത് ദിവസമായാലും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു. അതാ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെച്ച് കുളിക്കാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തല നനയ്ക്കാമെന്ന് വെച്ചപ്പോൾ ഈ മഴ കണ്ടപ്പോൾ ഞാൻ തല നനച്ചില്ല. അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയൊന്നും തല തേച്ചില്ല കേട്ടോ, നനച്ചില്ല. ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി മുടി ഇങ്ങനെ മുകളിലേക്കാക്കിയിട്ട് കെട്ടി വെച്ചു. എന്നിട്ട് ഇത് അതുപോലെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി ഒതുക്കിയിട്ട്. അങ്ങനെ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചോറുണ്ട്, മീൻ കറി, ചിക്കൻ വറുത്തത്, പിന്നെ കായക്കറി, കായ ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ ഇന്നലത്തെ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ അപ്പോഴും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ചപ്പാത്തിയാണ് കഴിക്കാൻ കേട്ടോ. ചപ്പാത്തി കഴിക്കാൻ എടുത്തിട്ടുണ്ട്. TV കണ്ടുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഭക്ഷണം കഴിക്കുന്നത്. അതൊരു പണ്ട് തൊട്ടുള്ള, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട്, പണ്ട് തൊട്ടുള്ള ശീലമാണ്. TV അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്. വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഒരാൾ കിടന്നിട്ട് മ്യാമ്യോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇത്തിരി ഭക്ഷണം കൊടുത്തു. അങ്ങനെ വൈകിട്ടായി, സന്ധ്യയായപ്പോൾ അമ്പലത്തിൽ പോന്നിച്ചപ്പോൾ തലയും മേലൊക്കെ ഒന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലയും മേലൊക്കെ ഒന്ന് കുളിച്ച് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവണയങ്ങാട് അമ്പലത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. തൃപ്രയാറ് പെരിങ്ങോട്ടുകാരെ പാത്തുള്ള അവണയങ്ങാട്ടിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു, അമ്പലത്തിൽ തൊഴുത്ത് പോവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വന്നു അമ്പലത്തിൽ. അതായത് വെറുതെ ഇരിക്കില്ലായിരുന്നു. കുറേ നേരം രാവിലെ തൊട്ട് ചുമ്മാ വീട്ടിലിരുന്നിട്ട് ആകെ എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ആശ്വാസമായിട്ട് അങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുതു. അവിടെ കുഞ്ഞ് തിങ്ങുമ്പോൾ കുറച്ച് നാളികേരം ഉണ്ടായി നിൽക്കണം കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ കുഞ്ഞ് അതിനൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അപ്പോൾ എനിക്ക് കുഞ്ഞ് തെങ്ങ്, കുഞ്ഞ് വാഴ, അതൊക്കെ പിന്നെ കുഞ്ഞിതായിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു വണ്ടിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവുന്ന ഒരാൾ, എൻ്റെ വാഹനം. അങ്ങനത്തെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പണ്ടൊന്നും ഈ അമ്പലത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ വരാറില്ല. ഇപ്പോൾ ഒന്നും ഇടയ്ക്കൊക്കെ വരും കേട്ടോ. പണ്ട് ഇങ്ങനെ എന്താ പറയുക, ചിലരുടെ വിശ്വാസം പണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ വേറൊരു ഇതൊക്കെയാണ് പറയുന്നിരുന്നത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ വരാനായിട്ട്. അങ്ങനെ അമ്പലത്തേക്ക് എല്ലാം ബുദ്ധിമുട്ട് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരണ വഴിക്ക് വേറൊരു അമ്പലത്തിലും കൂടെ കയറി അവിടെ നിന്ന് കുറിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, കുറച്ച് നേരം ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ അവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നു തുണികൾ. എനിക്ക് 2-3 ടോപ്പ് എൻ്റെ ചേച്ചി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വേസ്റ്റൊക്കെ വന്ന തുണികൾ എടുത്തിട്ട് ഞാൻ മെടഞ്ഞ് ഒരു ചവിട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചവിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അത് ഞാൻ ഈ വേസ്റ്റ് തുണികൾ വെച്ചിട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അത് ആദ്യം തന്നെ മെടഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം രീതിയിൽ കുറേ മെടഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് തുന്നി കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനത് ഒക്കെ ഇരുന്നിട്ട് മെടഞ്ഞ് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുന്നിക്കൂട്ടി ലാസ്റ്റ് ഒരു ചവിട്ടിയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൺഡേയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചവിട്ടി തന്നെയായിരുന്നു കേട്ടോ. ചവിട്ടി മെടഞ്ഞ് വെച്ചതിന് ശേഷമാണ് അമ്പലത്തിലൊക്കെ പോയി വന്നത്. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അതിരുന്ന് തുന്നി. അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ ഫൈനലായിട്ട് എല്ലാം തുന്നിക്കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട്
വീട്ടിലിരിക്കുന്ന അമ്മമാർ കുട്ടികൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് തുണികൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും തയ്ക്കണമെങ്കിൽ അവരോട് വേസ്റ്റ് തുണി തരാൻ പറഞ്ഞാൽ മതി. അത് എടുത്തിട്ട് ഇങ്ങനെ തുന്നിക്കൂട്ടി ഇങ്ങനെ നല്ല ഭംഗിയിൽ റൗണ്ടിലൊക്കെ ആക്കി. ഇത് കുറച്ച് ക്ഷമയും കൂടെ വേണ്ട, എനിക്ക് ക്ഷമയില്ലാത്തപ്പോൾ ഞാൻ പല വലിപ്പത്തിലാണ് മെടഞ്ഞിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവിനൊക്കെ എടുത്ത് വെട്ടിക്കൂട്ടി കറക്റ്റ് ഇതിൽ മെടഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഓരോ സൈസിൽ മെടഞ്ഞു കഴിഞ്ഞാൽ അതാ ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ചവിട്ടിയുടെ രൂപം വന്നിട്ട്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് ക്ഷമയില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഭംഗി പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഞാൻ സ്വയം പൊക്കുന്നതാണ് നിങ്ങൾ ആരും വിചാരിക്കരുത് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ചവിട്ടില്ല, ഞാൻ തന്നെ ആദ്യം ചവിട്ടി കൂട്ടാന്ന് വെച്ചാൽ ഞാൻ താഴത്തൊക്കെ ഇട്ടൊന്ന് ചവിട്ടിക്കൂട്ടി. അപ്പോൾ എൻ്റെ ഒരുവിധം എല്ലാ ഡ്രസ്സുകളിൻ്റെയും വേസ്റ്റ് തുണി വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.